ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നെൻ്റെ കൂട്ടുകാർ വന്നേക്കുന്ന ഒരു അടിപൊളി ഐറ്റമായിട്ടാണ്. മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ലെന്ന് എല്ലാവരും പറയുന്നത് എന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ വീട്ടിൽ സുലഭമായി കിട്ടുന്ന ഏത് വസ്തുവിനും നമുക്ക് വലിയ ഡിമാൻഡ് കൊടുക്കത്തില്ല. അതുപോലെയാണ് നമ്മുടെ ചക്കക്കുരുവിൻ്റെ അവസ്ഥ. നമ്മുടെ വീടുകളിലൊക്കെ ഈ നാട്ടുമ്പുറങ്ങൾക്ക് ഇഷ്ടംപോലെ ചക്കക്കുരു കാണും, പക്ഷെ അത് കൂടുതലും പാഴായി പോകുന്നതേ ഉള്ളൂ. അപൂർവ ആളുകളെ അത് ഒരുപാട് നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. ചിലർ മെഴുക്കുവരട്ടി വയ്ക്കും, ചിലർ ഇതുപോലെ പുഴുങ്ങി കഴിക്കും ഉപ്പിട്ട്. പക്ഷെ നമ്മൾ വെറൈറ്റി ആയിട്ട് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ചക്കക്കുരു വെച്ച് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നമ്മളിതിവിടെ തയ്യാറാക്കുന്ന ഒരു അടിപൊളി തോരനാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്പർ 1 ആണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്ത് എല്ലാ കൂട്ടരും കാണുമല്ലോ. ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ കുറച്ച് ചക്കക്കുരുവായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ചക്കക്കുരു വെച്ച് നമ്മൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കും. ചക്കക്കുരു വെച്ച് നമ്മൾ ഷേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളൊരു അടിപൊളി തോരൻ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എത്ര കഴിച്ചാലും മതി വരാത്ത ടേസ്റ്റാണ് ചക്കക്കുരു വെച്ച് നമ്മൾ തയ്യാറാക്കിയാൽ. ഇത് നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാം. എല്ലാം കഴുകി തോലെല്ലാം കളഞ്ഞ് വെച്ചേക്കുന്നതാണ്. ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. ചക്കക്കുരു എല്ലാം നമ്മൾ പാത്രത്തിലിട്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, വെന്തം കുഴയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടണം. നല്ല പഴുത്ത ചക്കയുടെ കുരുവാണ്. നമ്മൾ ചക്കക്കുരു വേവിക്കാനായിട്ട് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കി ഇതൊന്ന് വെന്ത് വരട്ടെ. ഒക്കെ അടച്ചിട്ടേക്കാം. നമ്മുടെ തോരന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്: തേങ്ങ ചിരകിയതുണ്ട്, അതുപോലെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, എരിവിന് ആവശ്യമായി 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 3-4 വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്. നമ്മുടെ ചക്കക്കുരു ഇല്ലെന്താ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറിയിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെന്ന് വെച്ചാൽ നമ്മൾ കൈ വെച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. അതൊന്ന് ആറട്ടെ, അതൊന്ന് വെയിറ്റ് ചെയ്യും. ഇവിടെ ചക്കക്കുരു വേവിച്ച് തന്നെ ഇവിടെ ഒരു പാത്രത്തിലോട്ട് തട്ടിയിട്ടിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പൊടിഞ്ഞാൽ മതി കേട്ടോ. നമ്മൾ കൈ കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പൊടിഞ്ഞു വരും. നമുക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുപാടങ്ങ് കുഴയണ്ട, ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു വന്നാൽ മതി. വേണ്ട, ഇതേപോലെ പൊടിഞ്ഞിട്ടുണ്ട്. ഒരുപാടങ്ങ് നല്ലപോലെ കുഴയുന്ന രീതി പൊടിഞ്ഞിട്ടില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പൊടിയാതെ കിടപ്പുണ്ട്. അതൊക്കെ നമുക്ക് കൈ വെച്ചൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പർ ഇട്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്താലും മതി, വേവിച്ചെടുത്തിട്ട്. വേവുള്ളതുകൊണ്ടാണ് ആദ്യം നമ്മൾ പൊടിച്ചിട്ട് ഇടുന്ന വേവ് ഇച്ചിരി ഉള്ളതുകൊണ്ട് നമുക്ക് വേവിച്ചിട്ട് പൊടിക്കുന്നതായിരിക്കും ഇത്തിരി കൂടെ നല്ലത്. ഒരുപാട് ഗുണങ്ങളുണ്ട് ചക്കക്കുരുവിന്. എങ്ങനെ കഴിച്ചാലും ചക്കക്കുരു ഗുണമാണ്. അതുകൊണ്ട് പൊടിഞ്ഞതായതുകൊണ്ട് ഇങ്ങനെ കൈവച്ചൊന്ന് ഞെരടി അങ്ങ് പൊടിഞ്ഞു വരും. ഇങ്ങനെ കട്ടിയായിട്ടുള്ളതൊക്കെ ഇങ്ങനെ കിടന്നാലും മതി. ഇച്ചിരി കട്ടിയായിട്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല, ചക്കക്കുരു ഇല്ലയോ. ചക്കക്കുരുവിൻ്റെ ഗുണങ്ങളൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇപ്പം നമ്മുടെ ചക്കക്കുരുവിന് ഭയങ്കര ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ്. യൂട്രസ് സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ചക്കക്കുരു ഭയങ്കരമായ ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ കുട്ടികൾക്ക് കൊടുക്കുന്ന കുറുക്കിനകത്തായാലും അതുപോലെ തന്നെ ഷേക്ക് അടിക്കുന്നതിനും ഒക്കെ നമ്മുടെ ചക്കക്കുരു ഒരുപാട് ഗുണം ചെയ്യും. നമുക്ക് ചക്കക്കുരു എങ്ങനെ തോരൻ വെക്കുന്നതെന്ന് നോക്കാം. ഇത്രയും പൊടിച്ചത് മതി കേട്ടോ. തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. കടുക് എല്ലാം പൊട്ടിയിട്ടുണ്ട്. 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള ഒന്ന് വാടി വരട്ടെ. സവാളയുടെ പച്ചപ്പ് മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ. കൂടെ തന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വാടി വരട്ടെ. ഇഞ്ചി വെളുത്തുള്ളി ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ചിലർക്ക് ചക്കക്കുരു കഴിക്കുമ്പോൾ ഗ്യാസ് ട്രബിളിന്റെ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഇച്ചിരി തോന്നിയിട്ട് അങ്ങനെയുള്ള പ്രശ്നം ഒഴിവാക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ വാടിയിട്ടുണ്ട്. ഇനി കുറച്ച് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം.
ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ 1/4 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി. നല്ല ജീരകമല്ല, പെരിഞ്ജീരകം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വരട്ടെ. പൊടിയെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചേക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇടാനേ. ഇനി നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, വേവിച്ച് വെച്ചേക്കുന്ന ചക്കക്കുരു ആയോണ്ടേ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ ചക്കക്കുരു വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടല്ല ചക്കക്കുരു വേവിച്ചത്. അവിടെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ രണ്ടാമത് ഇടാം കേട്ടോ. ഇതിലൂടെ വേണ്ടി വരും, ചക്കക്കുരുവിന് ഉപ്പ് പിടിക്കണം. ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലായിടും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഉടയാനുള്ളത് ചെറുതായിട്ട് നമുക്ക് ഇതുപോലെ കൈ വെച്ച് ഉടച്ചു കൊടുക്കാം കേട്ടോ, ഉടയണമെന്നുണ്ടെങ്കിൽ. ഉടഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാം. ഈ ഉപ്പ് ചക്കക്കുരുവിലെല്ലാം നല്ലപോലെ പിടിക്കണ്ടേ. ലോ ഫ്ലെയിം വെച്ചിട്ട് വേണം അടച്ചിടാനേ. ഒന്ന് അടച്ചു വെച്ചേക്കാം, ഒന്ന് ചൂടാകട്ടെ. 2-3 മിനിറ്റായി. നമ്മുടെ ചക്കക്കുരു എന്തായി നോക്കാം. നല്ലപോലെ ചൂടായിട്ടുണ്ട്, അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങാപ്പിരിയും കൂടി ഇട്ട് കൊടുക്കണം. തേങ്ങാപ്പിരിയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചേക്കണം. നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മൾ തോരൻ വെക്കുന്നതിലെല്ലാം വ്യത്യസ്തവുമാണ്, നല്ല ടേസ്റ്റുമാണ് ചക്കക്കുരു തോരൻ വെക്കുന്നത്. എത്ര കഴിച്ചാലും മതി വരത്തില്ല, അത്രയ്ക്കല്ല ടേസ്റ്റാണ്. ചക്കക്കുരു പുഴുങ്ങി അതുപോലെ ഉണക്കി പൊടിച്ച് വെച്ചിരുന്നാൽ കുട്ടികൾക്ക് കൊടുക്കുന്ന കുറുക്കിനകത്തൊക്കെ ചേർത്ത് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. പുഴുങ്ങിയിട്ട് ഉണക്കണം, പച്ചയ്ക്ക് ഉണക്കി പൊടിക്കരുത്, പുഴുങ്ങിയിട്ട് ഉണക്കി പൊടിച്ച് വയ്ക്കണം. പിന്നെ നമുക്ക് ജ്യൂസിനകത്ത് സ്മൂത്തിക്കകത്തൊക്കെ ഇട്ട് കുടിക്കാനും എല്ലാം നല്ലതാണ്. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 1-1.5 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളേ. ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കണം കേട്ടോ. ഉപ്പ് കുറച്ചായിരുന്നിട്ടെ, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി ഇട്ട് കൊടുക്കും. ഉപ്പ് വേണം, ഉപ്പിച്ചിട്ട് കൊടുക്കും. 1/4 സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ലപോലെ കുറവാണ്. ഉപ്പിട്ടിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ ഇവിടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളുമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ചക്കക്കുരു ഇപ്പം എല്ലാ വീടുകളിലും കാണുമല്ലോ. എന്നിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഫീഡ്ബാക്കിൽ അറിയിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കിട്ടിയാലേ എനിക്ക് പുതിയ പുതിയ വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനമാകത്തുള്ളൂ കേട്ടോ. അത് നല്ലതും ചീത്ത ഏതും ആയിക്കോട്ടെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാൻ മറക്കല്ലേ. അതുപോലെ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതാണ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്കിത് കഞ്ഞിക്കും ചോറിനും എല്ലാം സെർവ് ചെയ്ത് കഴിക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ചായക്ക് കടിയൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ് കേട്ടോ. നമ്മുടെ വീടുകളിലേക്ക് ഒരുപാട് ചക്കക്കുരു വെറുതെ പാഴായി പോകുന്നു. ഇതേപോലെ ഓരോരോ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് കെമിക്കലും ഒന്നും ഇല്ലാതെ നല്ലൊരു വിഭവം ഉണ്ടാക്കുകയും ചെയ്യാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഉത്തമമായ ഒരു വിഭവമാണ് ചക്കക്കുരു വെച്ച് നമ്മൾ തയ്യാറാക്കുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഫീഡ്ബാക്കിൽ അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ യൂസ്ഫുള്ളായ വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതാണ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണേ. കൂടെയുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ താങ്ക്